ഇവിടെ എസ് ടി പി ഐക്ക് സ്വാധീനമില്ലാത്ത മേഖലയാണ്. ഇവിടെ എസ് ടി പി ഐ കടന്നു വരാൻ ശ്രമിച്ചെങ്കിലും അവരുടെ കടന്നുകയറ്റം നടക്കാത്ത ഒരു മേഖലയാണ് ഈ മേഖല. ഈ മേഖല എന്ന് പറയുന്നത് എല്ലാവരും ഐക്യത്തിൽ നിന്ന് പോകുന്ന ഒരു മേഖലയാണ്. കൂടുതൽ മുസ്ലിം പ്രദേശമാണ്. കൂടുതൽ ആളുകളും മറ്റ് പ്രദേശത്തു നിന്ന് കടന്നു വന്ന് വീടെടുത്ത് താമസിക്കുന്നവരാണ്. എസ് ടി പി ഐയുടെ കടന്നു വരേണ്ട ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ ശ്രമം വിജയിക്കാതെ ഒരു മേഖലയാണ് ഈ മേഖല. നൗഫൽ, മട്ടന്നൂരിൻ്റെ ഒരു പൊതു സ്വഭാവം പരിശോധിക്കുമ്പോൾ പാർട്ടിക്ക് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറെ വേരോട്ടമുള്ള മേഖലയാണ് മട്ടന്നൂർ, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് തീർത്തും അപരിചിതനായിട്ടുള്ള ഒരാൾ കുടുംബസമേതം വന്ന് താമസിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു അന്വേഷണം നടക്കാറുണ്ട് സ്വാഭാവികമായിട്ടും, അല്ലേ? ഇപ്പം ഞാനും ആ മേഖലയിൽ നിന്നുള്ള ഒരാളാണ്, തലശ്ശേരി. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാൾ വരുന്ന സമയത്ത് സ്വാഭാവികമായും പാർട്ടിക്ക് അറിയാൻ പറ്റും. അവിടുത്തെ പ്രാദേശികമായിട്ട് ഉള്ള പാർട്ടി നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇദ്ദേഹം എവിടെ നിന്ന് വന്നതാണ്, ആരാണ്, എന്താണ്. ആ അടിസ്ഥാന വിവരങ്ങളെല്ലാം അവർ ശേഖരിക്കും. അതൊരു ഒരു 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 ശൈലിയാണ്, അത് ഒരു 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 രീതിയാണ്. പാർട്ടി സ്ഥിരമായിട്ട് അവലംബിക്കുന്ന ഒരു രീതിയാണ് അത്. അപ്പോൾ CPM പ്രാദേശിക നേതാക്കന്മാർക്ക് പോലും, അല്ലെങ്കിൽ പ്രാദേശിക ഘടകത്തിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് പോലും ഇങ്ങനെ ഒരാളുടെ സാന്നിധ്യത്തെക്കുറിച്ച് അറിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവിടെ ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണ് ഈ പേര് നമുക്ക് കിട്ടിയത്, ഷാജഹാൻ എന്ന പേര്. ഞങ്ങൾ ആ കുടുംബം അവിടെ വാടകയ്ക്ക് താമസിച്ച സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് ആ വീടുമായി ബന്ധപ്പെട്ട് ഈ ഷാജഹാനുമായി സംസാരിച്ചപ്പോൾ നേരത്തെ കാസർഗോഡ് നിന്നാണ് താമസം, പേര് ഷാജഹാനാണ്. നേരത്തെ താമസിച്ചത് വിളക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെയാണ് ഈ പേര് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ടത് നേരത്തെ ഉണ്ടായ ഫോട്ടോ ഇപ്പോൾ ഉണ്ടായ ഷാജഹാൻ്റെ രൂപവും തമ്മിൽ ഒരു മാധ്യമ ചാനലിനും ആർക്കും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനത്തെ രൂപമാറ്റമാണ്. നേരത്തെ ഷാജഹാൻ്റെ ഫോട്ടോവും ഇപ്പോൾ കാണുന്ന ഷാജഹാൻ്റെ രൂപവും കണ്ടാൽ നമുക്ക് ഒരു വിധത്തിലും തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ സ്വഭാവത്തിലോ കാര്യങ്ങളിലോ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ കാര്യങ്ങൾ പറയുക എന്നല്ലാതെ ഇങ്ങോട്ട് അങ്ങനെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അമിതമായി സൗഹൃദം സ്ഥാപിക്കാനോ ഒന്നും വരാത്ത ഒരാളായിരുന്നു ഷാജഹാൻ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വീട് കയറുന്ന സമയങ്ങളിൽ കയറും. പിന്നെ ഇവിടെ വന്നപ്പോൾ കുറേ ഭാര്യ പ്രസവമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഇവിടെ രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരമാണ് വീട്ടിലേക്ക് വരിക. എല്ലാ ദിവസവും ജോലിയാണ്. ഞായറാഴ്ച സമയങ്ങളിൽ പോലും ജോലിക്ക് പോകുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് രാവിലെ ജോലിക്ക് പോയാൽ വൈകുന്നേരമാണ് വീട്ടിൽ വന്നാൽ പിന്നെ എവിടെയും ഷാജഹാൻ ഇറങ്ങാറില്ല. മറ്റ് കാര്യങ്ങൾക്കോ മറ്റോ ഒന്നിനും ഷാജഹാൻ പുറത്തിറങ്ങുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല.